ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. ഈ കാണുന്ന ഇമേജ് എയർ ഇന്ത്യയുടെ സർദാർ വല്ലഭായ് പട്ടേൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന് ഏതാണ്ട് 3-4 മിനിറ്റിനുള്ളിൽ കത്തി ചാരമായി തീർന്ന ആ ഒരു ഫ്ലൈറ്റിൻ്റെ ബാക്കി പത്രമാണ് ഇവിടെ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് കുറേ നാളുകൊണ്ടേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ജൂൺ 12-നാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത്. അതിനെ തുടർന്ന് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ കുറേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ക്രാഷിന് മുമ്പേ എഞ്ചിൻ്റെ ഫ്യൂവലിലേക്കുള്ള ആ ഒരു സ്വിച്ച് കട്ട് ഓഫ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 വിഷയങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യക്ക് ഒരു അപകടം സംഭവിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു റോളുണ്ട്, അതുപോലെ തന്നെ എയർ ഇന്ത്യക്ക് ഒരു റോളുണ്ട്. എയർ ഇന്ത്യ ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ ചെയ്തിരിക്കുകയാണ്. എയർ ഇന്ത്യ ഇപ്പം ടാറ്റയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഫ്ലൈറ്റിൻ്റെ മാനുഫാക്ചറർ. ബോയിങ് 787 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന എയർക്രാഫ്റ്റാണിത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം 3 കൂട്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടത് ഇതിൻ്റെ യഥാർത്ഥ റീസണാണ്. അതിപ്പം ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരാണെങ്കിലും ആ രീതിയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ബോയിങ് കമ്പനിയുടെ പ്രശ്നമാണെങ്കിലും ആ രീതിയിലായിക്കോട്ടെ. പക്ഷേ ഇവിടെ വാർത്തകൾ വരുമ്പോഴത്തേക്കും ഇപ്പം വെസ്റ്റേൺ മീഡിയ കൂടുതലും ഇത് പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണ് എന്നുള്ള നിലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇറ്റ് മീൻസ് അത് ഇന്ത്യയിലുള്ള എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്, ഇല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന പൈലറ്റുകളുടെ കുഴപ്പമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ബോയിങ് എന്ന് പറഞ്ഞത് അത്ര വലിയൊരു മാർക്കറ്റാണ്. ഭീമമായ മാർക്കറ്റിൽ നഷ്ടമുണ്ടാകാൻ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്കാണെന്ന് ഒരിക്കലും അവർ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മനസ്സിലായി ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനകത്തൊരു ചിപ്പിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് ഫൈനലി ഇതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയോ, അല്ലെങ്കിൽ സ്വിച്ച് കട്ട് ഓഫ് ആയോ, ഇതൊക്കെ ഇതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ്. കാരണം ഇവിടെ പൈലറ്റിൻ്റെ കോൺവെർസേഷൻ, അതായത് ഇവിടെ AAIB എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതാണ് AAIB എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനമാണ് ഇതിൻ്റെ റിപ്പോർട്ട് ഏതാണ്ട് 15 പേജോളം വരുന്ന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ആ 15 പേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80ഓളം ഡീറ്റെയിൽ ആയിട്ടുള്ള പേജിൻ്റെ ഷോർട്ട് റിവ്യൂ ആയിട്ടാണ് ഈ ഒരു 15 പേജ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ 15 പേജിൽ ആദ്യമേ തന്നെ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ആ ബോക്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട വോയിസ് റെക്കോർഡിൽ 2 പൈലറ്റുകളുടെയും കോൺവെർസേഷൻ അതാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ 2 പൈലറ്റുകളുടെ കോൺവെർസേഷനിൽ ആദ്യത്തെ പൈലറ്റ് ചോദിക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ പൈലറ്റ് A, പൈലറ്റ് B. ഇപ്പോൾ പൈലറ്റ് A ചോദിക്കുന്നുണ്ട് ഇതേപോലെ ഈ ഇഞ്ചിൻ്റെ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പൈലറ്റ് B പറയുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കട്ട് ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അയാൾ ഡിനൈ ചെയ്യാണ് ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് 2 പൈലറ്റുമാരും എഞ്ചിനിലേക്ക് പോകുന്ന ഓയിൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ടില്ല. ഇതൊരു ചെറിയ സ്വിച്ചാണ്, ബട്ടൺ പോലെ ഇരിക്കുന്ന സ്വിച്ചാണ്. അതിൽ താഴെ ശരിക്കും പറഞ്ഞാൽ കട്ട് ഓഫ് കാണാം, മുകളിൽ റൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് കാണാം. അപ്പോൾ മുകളിലേക്ക് വെക്കുമ്പോഴാണ് ഇത് മുകളിൽ ഉയർത്തി വെക്കുമ്പോഴാണ് ഇത് റൺ മോഡിൽ ഇരിക്കുന്നത്. റൺ മോഡിലാണെങ്കിൽ എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. താഴോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഞ്ചിനിലേക്ക് ഫ്യൂവൽ പോകുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇതിനൊരു വേറൊരു സൈഡ് ഉണ്ട്. വേറൊരു സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോയിങ് 787 എന്ന് പറഞ്ഞ ഈ ഒരു എയർക്രാഫ്റ്റ് ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും മറ്റൊരു എഞ്ചിൻ ബൈ ഡിഫോൾട്ട് പ്രവർത്തിക്കേണ്ട ആ ഒരു കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റാണിത്. ഒരു എഞ്ചിന് ഫ്യൂവൽ സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിലും മറ്റൊരു എഞ്ചിൻ ബൈ ഡിഫോൾട്ട് പോകേണ്ടതാണ്. വിത്തൗട്ട് ഈ സ്വിച്ചിൻ്റെ യാതൊരു രീതിയിലുള്ള പ്രവർത്തനത്തിനെയും ബാധിക്കാണ്ട് അതിലേക്ക് ബൈ ഡിഫോൾട്ട് എമർജൻസി ആയിട്ട് തന്നെ ഫ്യൂവൽ സപ്ലൈ പോകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇങ്ങനെയാണ് ആ ഫ്ലൈറ്റിൻ്റെ മാനുഫാക്ചറിങ്. ഇതൊക്കെ തന്നെയാണ് ആ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകതകൾ. അതുകൊണ്ടാണ് ഇത്രയും വില കൊടുത്ത് ഈ ഫ്ലൈറ്റുകൾ ആൾക്കാർ മേടിക്കുന്നത്. ഇതെനി കൺഫേം ചെയ്യേണ്ടത് ബോയിങ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയാണ്. അവരിതൊക്കെ കൺഫേം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അവരിനി ഈ ബ്ലാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് കൂടുതൽ അവർ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്ത് ഇതിനകത്ത് കുറച്ചുകൂടി ഡീകോഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊരു സൈഡിലിരിക്കട്ടെ. എന്നിട്ട് ഇപ്പം നിലവിൽ പറയുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈലറ്റിനെ ഫോക്കസ് ചെയ്ത് ഇവരിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള നിലയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്താൽ പോലും ഒരു എഞ്ചിൻ കട്ടായി കഴിഞ്ഞാൽ മറ്റൊരു എഞ്ചിനിലേക്ക് ഓയിൽ പോവേണ്ടതാണ്, ഫ്യൂവൽ പോവേണ്ടതാണ് സപ്ലൈ. അത് പോയില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് ഇതെല്ലാം തന്നെ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ നടന്നതായതുകൊണ്ടും രണ്ടാമത്തെ എഞ്ചിൻ വീണ്ടും പൈലറ്റ് ഈ ഫ്യൂവൽ സ്വിച്ച് റൺ മോഡിലാക്കിയിട്ട് വീണ്ടും ഉയർത്താൻ ശ്രമിച്ച സമയത്ത് ഫ്ലൈറ്റ് അപരിമിതമായ രീതിയിൽ ഹീറ്റായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയും ഒരു സാധ്യത പറയുന്നുണ്ട്. ചൂടായി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ കപ്പാസിറ്റി ആ ഫ്ലൈറ്റിൽ ഫുൾ ലോഡിലുള്ള സമയമാണ്. അപ്പോൾ ആ ചൂടും ഒരു കാരണമാവാം. അതുപോലെ തന്നെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള താഴ്ചയിലേക്ക് വന്നിരുന്നു എന്നാണ് ഒരു സൈഡിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൈലറ്റുമാർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എഞ്ചിനിലേക്ക് ഓയിൽ പോവാത്തത് എന്തുകൊണ്ട്?
അതിനകത്ത് ഒരു പൈലറ്റ് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട്. അതായത് ഒരുപക്ഷെ എയർ ഇന്ത്യ കൃത്യമായ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് സമയബന്ധിതമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ചിപ്പ്, ഫ്യൂവൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിപ്പ്, ആ ചിപ്പാണ് ഈ സ്വിച്ച് കൊണ്ട് പ്രവർത്തിക്കണോ അല്ലെങ്കിൽ പ്രൈമറി എഞ്ചിനിലേക്ക് തകരാറ് വരുമ്പോൾ സെക്കൻഡറി എഞ്ചിനിലേക്കുള്ള ആ ഒരു ഫ്യൂവൽ ബൈ ഡീഫോൾട്ട് സപ്ലൈ ചെയ്യേണ്ട ആ ഒരു ചിപ്പ്, ആ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചിപ്പ്, ആ ചിപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് ഒരു നിഗമനം. ഈ ചിപ്പിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയും എയർ ഇന്ത്യയും ഈക്വലായിട്ട് ഏറ്റെടുക്കേണ്ടി വരും. അതാണ് ശരിക്കും ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം സമയബന്ധിതമായിട്ട് ഇവർ വെരിഫൈ ചെയ്യുകയും അത് എയർ ഇന്ത്യ കമ്പനി കൃത്യമായിട്ട് ബോയിങ്ങിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അഥവാ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോയിങ് കമ്പനിയിൽ നിന്ന് ഈ ചിപ്പ് ഇന്ത്യക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും താമസം ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഇതിനകത്ത് പൈലറ്റിൻ്റെ തെറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യയുടെ തെറ്റോ അല്ലെങ്കിൽ ബോയിങ്ങിൻ്റെ ആണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെച്ചിട്ട് വെസ്റ്റേൺ മീഡിയാസ് എല്ലാം തന്നെ ബോയിങ്ങിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, അതായത് അമേരിക്ക പ്രത്യേകിച്ച് US മീഡിയാസ് എല്ലാം തന്നെ ബോയിങ്ങിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ്ലി ഈ ഒരു ആരോപണം ഇന്ത്യയിലേക്കും എയർ ഇന്ത്യയിലേക്കും പൈലറ്റുകളുടെ മുകളിലേക്കും തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് എയർ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഒരു യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ അടുത്തൊരു വിഷയം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. Russia has carried out another large-scale drone attack, this time on the capital, Kyiv. 2 people were killed overnight. Earlier this week, Ukraine reported the biggest ever Russian aerial attack with 728 drones used in strikes on multiple cities. Today, the US Secretary of State, Marco Rubio, said he had had a frank conversation with his Russian counterpart on new ideas for peace talks. ഇന്നലെ ഉക്രൈൻ കുറേയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം ഇവർക്ക് എഫക്റ്റീവായിട്ട് ഇത് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ശരിക്കും റഷ്യ തലങ്ങും വിലങ്ങും ഡ്രോൺ ആക്രമണം, അതേപോലെ ഏറ്റവും കൂടുതൽ ഇറാന്റെ ഭാഗത്തുള്ള ഷാഹിദ് ടൈപ്പ് ഡ്രോണാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അതിലും ത്രൂ ഔട്ട് ലീവ് ഭാഗത്തേക്കൊക്കെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇന്നലെ. അത്രയ്ക്കും ഉള്ളിലേക്കാണ് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് കയറി അടിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം മുന്നിലിരിക്കെ കേഴ്സ്ക് ഭാഗം വീണ്ടെടുത്തതിൽ, അതായത് ഈ കേഴ്സ്ക് എന്ന് പറഞ്ഞ ഭാഗം ഉക്രൈൻ കുറച്ചുനാൾ ഇങ്ങനെ കൈവശപ്പെടുത്തി വെച്ചിരുന്നു റഷ്യയുടേത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ചെച്ചന്യ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കി, അതുപോലെ തന്നെ നോർത്ത് കൊറിയയിൽ നിന്ന് സോൾജേഴ്സിനെ ഇറക്കിയിട്ടാണ് ഈ കേഴ്സ്ക് ഭാഗം റഷ്യ തിരിച്ചു പിടിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു നന്ദി പ്രകടനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വീണ്ടും ഒരു 6000 സോൾജേഴ്സിനെ നോർത്ത് കൊറിയ റഷ്യയിലേക്ക് ഇപ്പം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് കൊറിയയിലേക്ക് ഇന്ന് രാവിലെ റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ സെർഗൈ ലാവ്റോ ഇന്ന് പോയി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പ്യോങ്യോങ്ങിൽ ഇറങ്ങി നല്ല രീതിയിലുള്ള സെലിബ്രേഷൻ, അതായത് കൂടുതൽ ഡിഫൻസ് കോപ്പറേഷൻ. A powerful alliance is deepening, and the focus is on Kim Jong-un's North Korea and Vladimir Putin's Russia. During a rare diplomatic visit, Russian Foreign Minister Sergei Lavrov traveled to North Korea and made headlines by saying Russia respects Pyongyang's nuclear ambitions. Lavrov's 3-day visit began in the resort city of Wonsan, where he met with North Korea's Foreign Minister Cho Sun-hui. The message was clear: Russia stands with North Korea. We have been long-standing neighbors and good partners with the Democratic People's Republic of Korea, and with the signing of a new treaty in June last year in Pyongyang, we are allies. അതായത് ഇനി നോർത്ത് കൊറിയയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുന്നെങ്കിൽ റഷ്യ യാതൊരു ഉപാധികളും കൂടാതെ ഇറങ്ങും. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയ സന്ദർശിച്ച സമയത്തും ഇതേപോലെ പല എഗ്രിമെന്റുകളും സൈൻ ചെയ്ത് ബേസിക് എഗ്രിമെന്റുകളാണ് സൈൻ ചെയ്തത്. അതിന്റെ പേരിലാണ്, ആ ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് നോർത്ത് കൊറിയ അത്രയും സോൾജേഴ്സിനെ അവർ റഷ്യയ്ക്ക് വേണ്ടിയിട്ട് കയറ്റി അയച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് സോൾജേഴ്സിനെ കയറ്റി അയക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ചില്ലറ കാര്യമല്ല. അങ്ങനെ ആരും ചെയ്യത്തുമില്ല. ഒരു ഏകാധിപതി ഭരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ്, അങ്ങനെ ചോദ്യം ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ധൈര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാര്യങ്ങൾ. അല്ലാതെ ഒരു ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നോർത്ത് കൊറിയ അല്ല, ഒരു രാജ്യത്തു നിന്നും ആർക്കും ഇങ്ങനെ സോൾജേഴ്സിനെ കയറ്റി അയക്കാൻ പറ്റില്ല. ഇതെന്ത് എക്സ്പോർട്ട് സർവീസ് ചെയ്യുന്ന രീതിയിലാണ് നോർത്ത് കൊറിയ കിം ജോങ് യുൻ ഈ സോൾജേഴ്സിനെ കയറ്റി അയച്ചത്. അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവൻ വെടിയുന്നതും യുദ്ധം നടത്തുന്നതും. റഷ്യ നോർത്ത് കൊറിയ ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ത്രെട്ടാണ്. ഇതൊരു ഗ്ലോബൽ ത്രെട്ട് തന്നെയാണ്. കാരണം ഇന്ത്യ ലാസ്റ്റ് ഇയർ ആണ് അവിടെ ഇന്ത്യൻ എംബസി ഓപ്പൺ ചെയ്തത്. ഒരു എംബസി ഓപ്പൺ ചെയ്യുക എന്നുള്ളത് റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ സഹായിക്കും എന്നുള്ളതിലുപരിയായിട്ട്
എംബസി ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ റിലേഷൻഷിപ്പ് രാജ്യവുമായിട്ട് മെച്ചപ്പെടണം എന്നുള്ളതിന്റെ അർത്ഥമില്ല. കാരണം ഒരുപാട് രാജ്യങ്ങളുടെ ഉള്ളിൽ ഇന്ത്യക്ക് എംബസി ഉണ്ട്, ഇന്ത്യൻ കോൺസുലേറ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാ ഡിപ്ലോമാറ്റിക് റിലേഷൻസും വളരെ വളരെ ഗുഡ് നോട്ടോടുകൂടി അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയും നോർത്ത് കൊറിയയും ആ ഒരു ബന്ധം വളരെ ശക്തിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. റഷ്യ മറ്റൊരു രാജ്യവുമായിട്ട് ഉണ്ടാക്കുന്ന ഡിഫൻസ് കരാറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് കരാറായിട്ടാണ് റഷ്യ ഇതിനെ കാണുന്നത്. കാരണം ആ രീതിയിൽ നോർത്ത് കൊറിയയുടെ ഉള്ളിൽ ന്യൂക്ലിയർ ആർസണൽസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സോൾജേഴ്സിനെ വരെ വിട്ടുകൊടുത്ത് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണമാണ് നോർത്ത് കൊറിയയും റഷ്യയും തമ്മിൽ നടത്തുന്നത്. ഇത് ഉക്രൈന് നല്ലതല്ല, അമേരിക്കയ്ക്ക് നല്ലതല്ല, യൂറോപ്പിന് നല്ലതല്ല. കാരണം ഇനി എത്രമാത്രം സോൾജേഴ്സിനെ കിം ജോങ് യുൻ ഇനി റഷ്യയിലേക്ക് പറഞ്ഞയക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു മുൻധാരണയും ആർക്കും തന്നെ ഇല്ല. കാരണം ആ രീതിയിൽ ലോഡ് കണക്കിൽ സോൾജേഴ്സ് വന്ന് ഇറങ്ങാൻ പോവാണ്. നമ്പർ ഓഫ് സോൾജേഴ്സ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള സോൾജേഴ്സ് നോർത്ത് കൊറിയ ഭാഗത്ത് നിന്ന് റഷ്യക്കുള്ളിലേക്ക് വരാൻ പോവാണ്. ഉക്രൈൻ കുറച്ച് കരുതിയിരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാളും. അത് അമേരിക്ക ആയാലും ശരി തന്നെ, യൂറോപ്പ് ആയാലും ശരി തന്നെ. റഷ്യയെ വളരെ എളുപ്പത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു പരിധി വിട്ട് ഏറ്റവും കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പിടിപ്പുകേട് എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഒരു കഴിവുകേട് തന്നെയാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്രമാത്രം നീണ്ടുപോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. ഇതിന് എത്രയും വേഗം ഒരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പ് മറ്റൊരു ദുരന്തത്തിലേക്ക് നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.